ഹായ്, റീസെൻ്റ്ലി നടന്ന ഒരു കൊലപാതകവും അതിനോട് അനുബന്ധിച്ചിട്ട് കുറേയധികം പേര് വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എല്ലാവരും മാതാപിതാക്കളെ കുറേ കുറ്റപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പിള്ളേരുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ റിയാക്ട് ചെയ്യുന്ന ഒരു വിധം ഇപ്പോഴത്തെ കാലഘട്ടം എന്നല്ല, നമ്മുടെ ചെറുപ്പകാലത്തും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ചില വിഷയങ്ങൾ നമ്മളെ മാതാപിതാക്കൾ വിലക്കും, പക്ഷെ നമ്മളത് അനുസരിക്കത്തില്ല. ആ സമയത്തെ പക്വതയില്ലായ്മ കൊണ്ട് തന്നെ നമുക്കതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ശത്രുക്കൾ നമ്മുടെ മാതാപിതാക്കൾ തന്നെയായിരിക്കും. എന്തിനത്ര റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്? എനിക്ക് സ്വാതന്ത്ര്യമില്ലേ? മിക്ക പെൺകുട്ടികളും വിവാഹം കഴിക്കുന്നത് തന്നെ സ്വാതന്ത്ര്യം കിട്ടാനാണ്. അവൾക്കറിയില്ല അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ പടുകുഴിയിലേക്കാണ് നടന്നു കയറുന്നത് എന്നുള്ളത്. ഈ വീട്ടിൽ എനിക്ക് എല്ലാത്തിനും റെസ്ട്രിക്ഷനാണ്. അപ്പോൾ പോകുന്ന വീട്ടിൽ എനിക്ക് കുറേ സ്വാതന്ത്ര്യം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് മിക്ക പെൺകുട്ടികളും മാരേജ് എന്ന സ്വപ്നം കണ്ടുകൊണ്ട് ചാടിക്കൊണ്ട് അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കുന്നത്. അപ്പോൾ ഈ പ്രൊപ്പോസൽ വരിക, നമ്മൾ പഠിക്കാൻ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് ഒത്തിരി പേര് നമ്മളെ പ്രൊപ്പോസ് ചെയ്യും, പല രീതിയിലുള്ള ഓഫറിങ്സ് ഉണ്ടാകും, നമുക്ക് അട്രാക്ഷൻ തോന്നും. ഇതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല, ഒക്കെ ഉണ്ടാകും നമ്മുടെ ലൈഫിൽ, അതൊക്കെ ഉണ്ടാകും. ചെറിയ പ്രായം തൊട്ട് തന്നെ നമുക്ക് പ്രണയം തോന്നാം, ഇൻഫാക്ച്വേഷൻസ് തോന്നാം. ലൈഫിൽ സീരിയസ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ വരുമ്പോൾ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുന്നതിലും തെറ്റില്ല, അതൊന്നും തകരാറെന്നല്ല പറയുന്നത്. പക്ഷേ കുറച്ച് ഓവറായിട്ട് നമ്മൾ നമ്മുടെ കുട്ടികളെ കയറൂരി വിടുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ കാണുന്ന ഇത്തരത്തിലുള്ള മരണങ്ങളും അല്ലെങ്കിൽ ഇതുപോലുള്ള കുറേ സംഭവങ്ങൾ. ഇപ്പം റീസെൻ്റ്ലി നിങ്ങൾ ഈ കഷായം ഗ്രീഷ്മയുടെ കേസ് തന്നെ എടുക്കാം. അവൾ ഒരേ ഒരു മകളാണ്. ആ പെൺകുട്ടി പോകാത്ത സ്ഥലങ്ങളൊന്നുമില്ല, അവനുമായിട്ട് ചുറ്റാത്ത സ്ഥലങ്ങളില്ല. അവർ മാരേജ് കഴിച്ചിരിക്കുന്നു, ഒന്നിച്ച് റൂം എടുത്ത് താമസിച്ചിരിക്കുന്നു. ഇത്രയധികം സ്വാതന്ത്ര്യം ആ പെൺകുട്ടിക്ക് കൊടുത്തത് കൊണ്ടാണ് അവർക്ക് ആ മകളെയും കൊണ്ട് ആ വീടൊക്കെ വിറ്റ് ഓടി ഒളിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ലോകത്ത് ഒരിടത്തും ആ കുട്ടിക്ക് സ്വസ്ഥതയോ മറ്റൊരു വിവാഹമോ സ്വസ്ഥമായ ജീവിതമോ ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. കാരണം അവളുടെ കൈകളിൽ നിന്ന് കഷായം വാങ്ങി കഴിച്ചാണ് ആ ചെറുക്കൻ മരിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ വിവാഹം കഴിച്ചുകൊണ്ട് പോകാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ പോലും തന്നെ അയാളുടെ ഉള്ളിലും ആ ഭയം ഉണ്ടാവും, എപ്പോൾ വേണമല്ലോ ഇവളെ എനിക്ക് വിഷം തരാം എന്നുള്ളത്. ഒരാളെ കൊല്ലാൻ തക്കവണ്ണമുള്ള ബോധ നിലവാരത്തിലേക്ക് അവളെ ഉയർത്തിക്കൊണ്ട് വന്നതിൻ്റെ റീസൺ അതാണ്. മറ്റൊരു വശം അതിനകത്തുണ്ട്, അത് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം വിഷയം ഇത് തമ്മിൽ വഴക്ക് കൂടിയിട്ട് അലൻ എന്ന് പറയുന്ന പയ്യൻ ചിത്രപ്രിയ എന്ന് പറയുന്ന കുഞ്ഞിനെ കൊന്നുകളഞ്ഞതാണ്. ഈ പറയുന്ന അവളുടെ വീട്ടിലേക്ക് പോകുന്നു, അവിടുന്ന് ഇവൻ്റെ ബൈക്കിൽ കയറി പുറപ്പെട്ടു പോകുന്നു. അവിടെ വെച്ച് അവർ തമ്മിലുള്ള വാക്കുതർക്കത്തിൽ പയ്യൻ തലയ്ക്കടിച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. എത്ര ക്രൂവലായിട്ടാണ് ആ പയ്യൻ അതിനകത്ത് പെരുമാറിയിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ ഒപ്പം തന്നെ പെൺകുട്ടി അത് അർഹിക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ 100% അത് അർഹിക്കുന്നു എന്നേ ഞാൻ പറയുള്ളൂ. കാരണം പേരൻസിനെ ഒരു പുല്ല് വില കൊടുത്തിട്ട് കണ്ട പിള്ളേരെ കൂടെ ഇങ്ങനെ ചുറ്റാൻ പോകുന്നതിൻ്റെ ഒരു ഇതാണ് കിട്ടിയത്. അത് മനസ്സിലാക്കുക എന്നുള്ളത് ഇത് ഓരോ പെൺകുട്ടികൾ എടുത്തു വെച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കിപ്പം വീട്ടിൽ ചില റെസ്ട്രിക്ഷൻ വെക്കുന്നതിൻ്റെ റീസൺ മെയിനായിട്ട് ഇപ്പം നമ്മൾ എത്ര പുരോഗമനമൊക്കെ പറഞ്ഞിട്ട് വന്നാലും മെയിനായിട്ട് പലരും കൺസേൺ ചെയ്യുന്ന ഒരു വിവാഹത്തിന് ശേഷമുള്ള ജീവിതം, ഇതിനൊക്കെ കൺസേൺ ചെയ്തുകൊണ്ടായിരിക്കും പെൺകുട്ടികൾക്ക് ചില നിബന്ധനകൾ വയ്ക്കുക. നീ മറ്റൊരു വീട്ടിൽ പോകേണ്ടതല്ലേ, അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പേര് കേൾക്കേണ്ട ആവശ്യമുണ്ടോ? ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് നമ്മൾ വെക്കുമ്പോഴാണ് പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൂടുതൽ വേണമെന്ന് തോന്നുന്നത്. ഏതെങ്കിലുമൊക്കെ കൂട്ടുകാരെ കിട്ടുമ്പോൾ അവർക്കൊപ്പം ചുറ്റാനൊക്കെ പോകും. ഞാൻ ഒരുപാട് പെൺകുട്ടികളെ എനിക്ക് ചുറ്റും കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തിന് അടുത്ത് തന്നെ ഒത്തിരി കുട്ടികളെ കാണാറുണ്ട്. വീട്ടുകാരോട് യാതൊരു കൺസേണും ഇല്ലാതെ ഇങ്ങനെ മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകുന്ന ഒരു പ്രത്യേകതരം സ്വഭാവവിശേഷത പെൺകുട്ടികൾ കാണുന്നുണ്ട്. ആണുങ്ങൾക്ക് അതൊരു പ്രശ്നമായിരിക്കത്തില്ല, പക്ഷെ നമ്മുടെ സൊസൈറ്റി മാനിക്കുന്ന ചില മാനദണ്ഡങ്ങൾ അത് പെൺകുട്ടികൾക്കാണ്. അത് നിർബന്ധമായി അവർ പാലിക്കുക എന്നുള്ളതാണ്. ഇത് മാറി വരുന്നൊരു കാലഘട്ടം ഉണ്ടാകാം, ഇൻ ഫ്യൂച്ചറിലായിരിക്കാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയില്ല. എപ്പോഴും പരുക്ക് പറ്റാൻ സാധ്യത ഏറെയുള്ളത് പെണ്ണിനായിരിക്കും. അപ്പോൾ അതിനകത്ത് നമ്മളെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ തന്നെ ഉത്തരവാദിത്വമാണ്. നമുക്ക് ബാക്കിയുള്ളവരൊക്കെ സപ്പോർട്ടിങ് ആക്ടേഴ്സാണ്. ഈ പറയുന്ന അച്ഛനും അമ്മയും ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് സുഹൃത്തുക്കളൊക്കെ തന്നെ സപ്പോർട്ടേഴ്സാണ്. അവർക്ക് ഇങ്ങനെ പറഞ്ഞു തരാനേ പറ്റുള്ളൂ. നമ്മളവരെ ശത്രുപക്ഷത്ത് കാണുന്നതിന് പകരം അവർ പറയുന്നതിൽ കഴമ്പുണ്ടെന്ന് ഒരു നിമിഷം ചിന്തിച്ചാൽ ഇതുപോലൊരു മരണം വരത്തില്ലായിരുന്നു എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് അലൻ്റെ സ്ഥാനത്തൊരു മുസ്ലിം നാമധാരിയായിരുന്നെങ്കിൽ തീർന്നു, ഒന്നും പറയട്ടെ. ലവ് ജിഹാദ് തൊട്ട് എനിക്ക് വയ്യ, 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യനെ വരെ എടുത്ത് ഏറി കയറ്റും, എന്നാലും അടങ്ങത്തില്ല. അമ്മ അതിന് തെറിയും പുരാണങ്ങളും പറഞ്ഞുകൊണ്ട് വരും. ഇതിനകത്ത് ജാതിയോ മതമോ ഇത് ഒന്നുമല്ല. അവർ രണ്ടുപേരും 2 കാസ്റ്റാണ്, പക്ഷെ എന്നാൽ പോലും റിലീജിയനാണ്, കാസ്റ്റല്ല, 2 റിലീജിയനാണ്. എന്നാൽ പോലും അതൊക്കെ ഇപ്പോഴത്തെ സാഹചര്യം പണ്ടേയും അതങ്ങനെ അംഗീകരിച്ച് പോരുന്ന ഒരു കാര്യമാണ്. പ്രണയത്തിന് അങ്ങനെ ഇന്ന കാസ്റ്റ് ഇന്ന റിലീജിയൻ അങ്ങനെയൊന്നുമില്ല. അത് അവരുടെ അടമണ്ടായി അവർ നിന്ന് കഴിഞ്ഞാൽ അത് സാധിക്കുക തന്നെ ചെയ്യും. പക്ഷെ അത് പ്രണയങ്ങളൊക്കെ തന്നെ എന്തിനായിരിക്കണം? ഈ രതിവൈകൃതത്തിനും
നമ്മുടെ സെക്ഷൽ നീഡ്സിന് മാത്രമായി പോകുന്ന ഒരു അവസ്ഥ ഇപ്പോഴുണ്ട്. സ്വാതന്ത്ര്യം എന്നാൽ ഒരുത്തൻ്റെ ബൈക്കിൻ്റെ പുറകിൽ കയറി പാതിരാത്രി ചുറ്റി നടക്കുക എന്ന് പെൺകുട്ടികൾ തെറ്റിദ്ധരിച്ചിരിക്കുകയും അതാണോ സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്താ കുട്ടികൾ അങ്ങനെ ചിന്തിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഈ ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നതൊക്കെ താല്പര്യമുള്ളവർ ഒറ്റയ്ക്ക് പോകുന്നതിന് എന്താ, നമുക്ക് പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നതിന് ഇപ്പം എന്താ, ഞാൻ മുമ്പ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം കൊല്ലത്തുനിന്ന് തിരുവനന്തപുരം വരെ ട്രെയിനിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒരു പകുതി വരെ നല്ലൊരു ട്രിപ്പല്ലേ. നമ്മളെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. മറ്റൊരു ആളെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ചിന്തിക്കുന്നിടത്താണ് നമുക്ക് ഇതുപോലുള്ള വീഴ്ചകൾ വരുന്നത്. ഈ വീഴ്ചകളിൽ നിന്ന് ബാക്കിയുള്ള പെൺകുട്ടികളെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരാളെ സ്നേഹിക്കുക, അയാളെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗം കഴിഞ്ഞ ശേഷം അയാളെ പിടിച്ചങ്ങ് പുറത്താക്കുക, ഇത് ഒരിക്കലും ഒരുത്തരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അത് റിവേഴ്സിൽ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും. ഇപ്പോൾ പല രീതിയിലുള്ള തൊപ്പിയുടെ പെണ്ണ് കണ്ടില്ലേ, തേച്ചിട്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്താൽ ഭയങ്കര ഡീസൻ്റാന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ. ഇത്തരം പതിവ്രതകൾ മനസ്സിലാക്കാൻ പറയുന്നതാണ്. നിങ്ങൾക്കത് ഈസി ഗോയാണ്, പക്ഷെ ആൺപിള്ളേർക്ക് അത് അങ്ങനെ ആയിരിക്കത്തില്ല. അവർ റിയാക്ട് ചെയ്യുന്ന വിധം വേറെ ആയിരിക്കും. ആ പയ്യൻ്റെ ലൈഫ് ഫുള്ള് പോയി, അത് പോയതോ പോട്ടെ. ഈ ഒരു കൊലപാതകം ചെയ്ത പയ്യനിക്ക് ഇനി ജന്മകാലത്ത് സ്വസ്ഥത ഉണ്ടാകുന്നു. ഇവനെ ഇത് ലൈഫ് ലോങ് വേട്ടയാടുന്ന ഒരു സംഗതിയാണ്. അവൻ തേച്ചു എന്ന് കരുതി അങ്ങ് ഒഴിവാക്കി വിടുന്നതിന് പകരം അതിനെ തച്ചു കൊന്നാൽ തേപ്പ് ശരിയാവുമെന്ന് ചിന്തിച്ച് ആ പയ്യൻ്റെ ഒരു അവസ്ഥ ആലോചിക്കുകയാണ്. ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ഒരു പരിധി കഴിഞ്ഞാൽ ഓവറായിട്ട് എന്തിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ പേരൻസ് ഒന്ന് മനസ്സിലാക്കണം. ചെറുക്കനിക്കിപ്പോൾ വേറെ ഒന്നിലും താല്പര്യമില്ലെങ്കിൽ കെട്ടിച്ചു കൊടുക്കണ്ടേ, അല്ലെങ്കിൽ അവന് ആരെയാണോ ഇഷ്ടം അവരെ കണ്ടെത്തി അവരെ കെട്ടിച്ചും കൊടുക്കുക. അവനിപ്പോൾ താല്പര്യം അതാണ്, അല്ലാതെ ഈ മരം കയറാൻ വിടുന്നതായിരുന്നു തെറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ബോത്ത് സൈഡിലെ പേരൻസിനാണ് പ്രശ്നം. അതിൽ ഏറ്റവും കൂടുതൽ യൂട്യൂബേഴ്സൊക്കെ എടുത്തു വെച്ചിട്ട് പെണ്ണിൻ്റെ പേരൻസിനാണ് പറഞ്ഞത്. കുഞ്ഞുങ്ങൾ പുറത്തു പോയി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ഏതെങ്കിലും പേരൻസ് വിശ്വസിക്കുമോ? അവർക്കങ്ങനെ തോന്നുമോ? എവിടെയോ പുറത്തു പോകുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കില്ല ഇറങ്ങിപ്പോവുക. കള്ള് കുടിച്ചിട്ട് മകൾ വീട്ടിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പം എപ്പോഴും മകളെ പിടിച്ച് മണപ്പിച്ച് നോക്കാൻ പറ്റും? നമുക്ക് പറഞ്ഞു കൊടുക്കുന്നതിനൊരു ലിമിറ്റ് ഉണ്ടാകത്തില്ല. നമ്മൾ ആ കുട്ടികളുടെ പേരൻസിനെയാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ പറയുന്ന പെൺകുട്ടികളുടെ പേരൻസിനെ, പ്രത്യേകിച്ച് അമ്മയെ കൊന്നു തിന്നും. പക്ഷേ ഒന്നോർത്ത് നോക്ക്, ഈ ഒരു പ്രായത്തിൻ്റെ ഏറ്റവും വലിയൊരു കഴിവെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിക്കുക എന്നുള്ളതാണ്. ആ പ്രായത്തിലുള്ളൊരു നല്ലൊരു പറ്റിക്കും. അല്ലെങ്കിൽ നമ്മൾ അത്രയും ഇൻറ്റിമേറ്റായി കുട്ടികളോട് സംസാരിച്ചു കൊണ്ടിരിക്കണം. ഏറ്റവും നന്നായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പേരൻസിനും ബ്ലെസ്സിങ് ആണ്. അവരോട് എല്ലാം കുട്ടികൾ തുറന്നു തന്നെ പറയും. അവർക്കവിടെ ഹൈഡ് പോളിസിയൊന്നുമില്ല. നമ്മുടെ പ്രശ്നങ്ങളിൽ അനാവശ്യമായി ഇടപെടില്ല. അതുപോലെ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന തെറ്റാണെന്ന് അവർ കൃത്യമായി പറഞ്ഞു തരുന്നു ബോധ്യപ്പെടുത്താൻ നമുക്ക് ചെറിയ വയസ്സിലേ സാധിക്കണം. അങ്ങനെയെങ്കിൽ ഇത് വരത്തില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഓവർ റെസ്ട്രിക്ഷനാണ് പറക്കണമെന്ന് ആഗ്രഹം കൊടുക്കുന്നത്. നീ പറഞ്ഞു കുഴപ്പമില്ല എന്നുള്ള രീതി നമ്മളൊന്ന് പറഞ്ഞു നോക്കിയാണ്. അതിനൊരു പുരുഷനും അവനെ കൂട്ടുപിടിച്ചേ പറ്റുമോളൂ എന്നൊരു ചിന്ത അവളുടെ ഉള്ളിലേക്കുണ്ട്. അങ്ങനെ ഒരു ചിന്ത അവളിൽ വരുമ്പോൾ ആ സ്പോട്ടിൽ കല്യാണം ആലോചിച്ച് കെട്ടിച്ചു കൊടുക്കുക. അതിനപ്പുറം ഇങ്ങനെ വിട്ടത് തന്നെ തെറ്റാണ്. പിന്നെ അമ്മമാർക്ക് കിട്ടുന്ന ഒരു അത്യാവശ്യത്തിൽ നല്ല രീതിയിലുള്ള വാക്കുകൾ കേൾക്കേണ്ട ആവശ്യം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മകളെ ഏറ്റവും അത്യാവശ്യം നല്ല പോലെ മനസ്സിലാകുന്നത് അമ്മയ്ക്കാണ്. മകനെ നിന്ന് വ്യത്യാസമൊന്നുമില്ല. കുഞ്ഞുങ്ങളുടെ ഒരു ചെറിയ നീക്കം പോലും നമുക്ക് മനസ്സിലാവും. എന്തിനാ നമ്മൾ വീട്ടിലൊരു നായ്ക്കുട്ടിയെ വളർത്തുന്നു നോക്കുക, അത് ഒന്ന് മുരണ്ടാൽ പോലും നമുക്കത് മനസ്സിലാകും. എന്തുകൊണ്ടാണ്? നമ്മൾ അത്രത്തോളം അതിനോട് അറ്റാച്ച്ഡ് ആയിരിക്കും. എനിക്ക് പെട്ടെന്ന് പിടികിട്ടും എന്താണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് നമുക്കത് സെൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ അവരോട് അത്രത്തോളം ഇൻവോൾവ്ഡ് ആയിരിക്കണം, എങ്കിലേ പറ്റുള്ളൂ. പേരൻസിന് വേറെയൊക്കെ ടെൻഷൻസ് ഉണ്ടായിരിക്കും, ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്നത് കൊണ്ടായിരിക്കും മൈൻഡ് ചെയ്യാതെ വിട്ടിട്ടുണ്ടാവുക. കുടുംബം നോക്കാനുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ ഇത്തരത്തിലുള്ള ഒരു സർക്കസൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവത്തില്ല. അതാ പറയുന്നത്, നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. അത് കുട്ടികളാണെങ്കിൽ പോലും നമുക്കത് പൂർണ്ണമായി നന്നായി പെർഫെക്റ്റ്ലി അത് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം അത്തരം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. വിവാഹം കഴിപ്പിച്ചു വിട്ട ഉടനെ കൊച്ചുണ്ടാക്കി കാണിച്ചു കൊടുക്കുക എന്നുള്ളതല്ല. നമ്മൾ മാനസികമായി തയ്യാറെടുത്തോ ഇല്ലയോ എന്നും കൂടെ ഉള്ളത് അവിടെ പ്രസക്തമാണ്. അങ്ങനെ അല്ലാത്തവർ ഇതിന് മെനക്കെടാൻ പോകാതിരിക്കുക. കുഞ്ഞ് എന്ന് പറയുന്ന ഒരു അമ്മയുടെ ഉത്തരവാദിത്തമാണ്, ഭയങ്കര ഉത്തരവാദിത്തമാണ്. അതിൽ അച്ഛനുമുണ്ട്. ഇപ്പോൾ നമുക്ക് അത്രയൊന്നും വിശ്വസിച്ച് നിൽക്കാൻ പറ്റത്തില്ല, എല്ലാ പേരൻസും അതുപോലെയൊന്നുമല്ല. പക്ഷെ അമ്മയ്ക്ക് ഒരുപാട് റോളുണ്ടായിരുന്നു. നഷ്ടം അമ്മയ്ക്ക് തന്നെയാണ്. ആർത്തലച്ച് കരയേണ്ടി വരിക അമ്മ തന്നെയാണ്.
അപ്പോൾ അത് വരാതിരിക്കാൻ അവർ ശ്രദ്ധിക്കണമായിരുന്നു. പക്ഷേ ഞാൻ അവരെ കുറ്റപ്പെടുത്തത്തില്ല. ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനെ തന്നെയാണ്. ഇപ്പോഴെന്നല്ല, നമ്മുടെ ജനറേഷനിലും ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിരുന്നു. പലതും ആത്മഹത്യയൊക്കെ ചെയ്തിട്ടുണ്ട്, പേരൻസ് സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് കാര്യം മനസ്സിലാകാത്തത് കൊണ്ടാണ്, ധൈര്യമില്ല. വീട്ടിൽ പറഞ്ഞാൽ കേൾക്കില്ല എന്നുള്ളത് കൊണ്ട് കൈയൊക്കെ 2 കൈയും കെട്ടിച്ചാടി ചത്ത ടീമുകളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ കുറേ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പിള്ളേർക്ക് ഈ രീതിയിലുള്ള ഒരു എന്താ പറയുന്നത്, നമ്മളിപ്പോൾ പലരും പറഞ്ഞ തള്ള വൈബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. തള്ള വൈബ് നമ്മുടെ പ്രായത്തിൽ നമ്മുടെ അമ്മമാരോ നമ്മുടെ ആൻറ്റിമാരൊക്കെ പറഞ്ഞു തന്നിരുന്നു. അപ്പോഴും നമ്മളും അവരെയൊക്കെ ഇങ്ങനെ കളിയാക്കിയിട്ടുണ്ട്. ഇന്ന് അവരുടെ സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് തള്ള വൈബല്ല, അത് കറക്റ്റായിരുന്നു എന്നുള്ളത്. അത് ആ ഓരോ പ്രായത്തിൻ്റെ പ്രശ്നമാണ്, അല്ലാതെ ഇത് കാലഘട്ടത്തിൻ്റെതല്ല. ഈ പുരോഗമനവാദം പറയുന്ന 2K കിഡ്സിനൊക്കെ ഉള്ള ഒരു സ്ഥിര പരിപാടിയാണ്, അവരുടെ സ്ഥിരം ക്ലീശ സംഗതിയാണിത്. സ്വാതന്ത്ര്യമില്ല, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ്, ഇത് ഞങ്ങളുടെ ഇതാണ്. നിങ്ങളെ സ്വതന്ത്രരായി പേരൻസ് വിടുന്നുണ്ടെങ്കിൽ നിങ്ങളോട് അത്രയും ട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ്. ആ ട്രസ്റ്റ് നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് ഓരോ പിള്ളേരുടെയും ഉത്തരവാദിത്തമാണ്. അതിൽ നിന്ന് മാറി ഇതുപോലുള്ള തോന്നിവാസങ്ങൾ കാണിക്കുന്ന പെൺകുട്ടികൾ സത്യം പറഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ അല്ല, സമൂഹത്തിന് തന്നെ അപകടമാണെന്നുള്ളതാണ്. ഒരേ സമയം ഒന്നിൽ കൂടുതൽ ആൾക്കാരുമായി റിലേഷൻഷിപ്പ് വെച്ചു എന്നാണ് അവൻ പറയുന്ന കാരണം. അങ്ങനെ അവൾ വെച്ചെങ്കിൽ അവൾ കൊള്ളില്ല എന്ന് കരുതി അവളെങ്ങ് തള്ളിക്കളയുക. ആൺകുട്ടികളും അങ്ങനെ തന്നെ ചെയ്യണം. എന്തിനാ ഇപ്പോൾ അങ്ങനെ ഒരു ബേർഡിനെ ചുമക്കുന്നേ? നമുക്കിഷ്ടമില്ലാതെ നമ്മളെ ഉപയോഗിച്ച ഒരു പെണ്ണിനെ നമ്മൾ തച്ചാണോ തീർക്കുക? കല്ലെടുത്ത് തലക്കൊക്കെ അടിച്ചാൽ പിന്നെ അത് ജീവൻ ഉണ്ടാകുമോ? 2 പേരും ഡ്രങ്കഡായിരുന്നു. പക്ഷെ ഇപ്പം ആർക്ക് ലാഭം? അവൾ പോയത് പോയി, ഈവൻ നരകിച്ച് പോകും. ആർക്ക് നഷ്ടം? ആ കുടുംബങ്ങൾ പാവം, അത്രേ പറയാനുള്ളൂ. ബൈക്കും വാങ്ങിച്ചു കൊടുത്ത് ആ പയ്യന് വേണ്ടതെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്താൽ പയ്യൻ്റെ പേരൻസിന് നഷ്ടം വന്നില്ലേ? ആ പെൺകുട്ടിയുടെ അവസ്ഥയോ, പഠിച്ചുകൊണ്ടിരുന്ന മകൾ നഷ്ടപ്പെട്ട ആ അമ്മയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.